നമ്മളെല്ലാവരും പോരെ, എന്തിനു വെറുതെ നമ്മൾ വെളിയിൽ നിന്ന് ഒരാൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷമല്ലേ, അപ്പോൾ കുടുംബക്കാർ മാത്രം പോരെ. അൻസാറ് കുഴപ്പമില്ല, അൻസാറ് നമ്മളെ കുടുംബത്തിലെ അംഗം പോലെ ആണല്ലേ. പിന്നെ ഇത് അവനല്ലേ പറഞ്ഞോളൂ, അല്ല നീ പറഞ്ഞില്ലല്ലോ, എന്നാലും നീ ഒന്ന് വിളിച്ച് പറഞ്ഞാടാ. അല്ല വരാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം വേണ്ടല്ലേ. അല്ല നമുക്ക് എന്തും പറയാം, എല്ലാം തുറന്ന് സംസാരിക്കാം, ചിരിക്കാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ കൊടുക്കാം. മറ്റവർക്ക് ചിലപ്പോൾ ഇവരെന്തൊക്കെ തോന്നും, അസൂയ വരും, ആളുകൾ അസൂയപ്പെട്ട തീർന്ന്. അങ്ങനെയൊരു കാര്യം ഞാൻ താഴെ പോയി മമ്മൂട്ടി സാറിൻ്റെ അടുത്തും പറയാം വരണ്ടാന്ന്. അൻസാർക്കെ വിളിച്ചു പറയാം. മമ്മൂട്ടിയുടെ ആ നേരത്തെ ഇവിടെ ട്രോഫിയും കൊണ്ട് വന്നപ്പോൾ ഇറങ്ങി പോയി പറഞ്ഞില്ല വൈകിട്ട് പായസം വെപ്പുണ്ട് ഇങ്ങോട്ടൊന്ന് വരണ്ടേ. ഞാൻ ഇപ്പം ഇതിൻ്റെ പ്രശ്നം അറിയാമോടാ, ഈ അൻസാറിൻ്റെ അടുത്ത് നീയാണ് പറഞ്ഞത്. അൻസാറിൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞ് മാറ്റി പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ മമ്മൂട്ടി ഞാനാ വിളിച്ചത്. അല്ല എന്ന് പറഞ്ഞാലും മമ്മൂട്ടി നമ്മളെ കുടുംബക്കാരനല്ലല്ലോ അളിയാ. അത് തന്നെ കുറച്ചുകൂടെ അൻസാറാമ്മ കുറച്ചുകൂടെ ക്ലോസ് അല്ലേ. ഞാൻ ആലപ്പുഴ സമയത്ത് ഭയങ്കര സഹായമായിരുന്നു. എവിടെ പോകണമെങ്കിലും എന്തുണ്ട് അവൻ്റെ വണ്ടിയിലാണ് ഞാൻ അവിടെ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നതും. അല്ലെങ്കിൽ തന്നെ അന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്തൊക്കെ ഇവൻ്റെ വീട്ടിലാണ് ഞാൻ പോയി നിന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് അൻസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം സഹായം ചെയ്യണ ആളാണ്. നാളെ ഇനി എന്തോരം സഹായം ചെയ്യേണ്ട ആളാണ്. മാത്രമല്ല ഈ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും ഒരു ബന്ധമുള്ള ആളാണ് അൻസാറെ. അത് അൻസാറിന് ഇനിയിപ്പം വരണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്തോ എനിക്കതൊരു മനസ്സിലൊരു. നീ പറഞ്ഞില്ലല്ലോ, നീ അങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അല്ല അവനെ കൊണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ താൻ തീർന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നപ്പോഴല്ലേ ഞാൻ അയാളുടെ അങ്ങനല്ലേ ആ അളിയെ ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മളെ കുടുംബക്കാർ മാത്രം മതി എന്ന് പറയണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ നമ്മൾ ഒഴിവാക്കണം. അൻസാറിനെ ഒഴിവാക്കണമെങ്കിൽ പിന്നെ മമ്മൂട്ടിയെ ഒഴിവാക്കണം. ഞാൻ നിങ്ങളെല്ലാവരും നിന്നപ്പോഴല്ലേ മമ്മൂട്ടി വരണം വൈകുന്നേരം പാർട്ടി ഉണ്ടെന്ന് പറയാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയും എല്ലാവരും ഞാൻ ഇനിയിപ്പോൾ അതങ്ങനെ നമ്മൾ പറയണത്. അതല്ല അളിയെന്നത് പറഞ്ഞാൽ മതി, പാർട്ടി ഇന്നില്ല, നമ്മൾ പാർട്ടി അമ്മാവനും നമ്മളിവിടെ ചിരിച്ചും കളിച്ചിരിക്കും. അവ പോയാൽ പിന്നെ അത് മോശമായി പോകില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അൻസാറും കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പൊ അൻസാറിനെ നീ വിളിച്ചില്ല, അവനല്ലേ വിളിച്ചത്. ഞാൻ പറഞ്ഞു നീ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനാണ് മമ്മൂട്ടി വിളിച്ചത്, നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ അളിയാ. അത് പിന്നെ അത് പറഞ്ഞാൽ നീ ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്ക്. ഇപ്പൊ അവൻ പറയണത് ഞാൻ പറഞ്ഞില്ല, അവൻ എൻ്റെ അനിയനാണ്. ഇപ്പൊ ഞാൻ പറയണത് തുല്യം തന്നെയാണ് അവൻ പറയണത്. അതെന്താ അൻസാറിന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ്, അതുപോലെ അത് പാർട്ടി തീരുമാനം പോലെ അല്ലല്ലോ ഇത് അതല്ലല്ലോ. ഇത് കുടുംബത്തിലൊരു ആവശ്യത്തിന് ഒരാൾ ക്ഷണിച്ചാൽ മതി. ഇപ്പൊ ഞാനില്ല എൻ്റെ മോളൊരു ആവശ്യം, അവൻ പോയി ക്ഷണിച്ചാലും അവർ വരേണ്ടവർ വരും. അതുപോലെ അതെന്താ മമ്മൂട്ടി ഒരു ഇത് അൻസാർ വേറെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അളിയന്റെ സുഹൃത്ത് അത് തന്നെയാണ് ഞാൻ പറയണത്. ഇനിയിപ്പോ അയാൾ അങ്ങനെയാണെങ്കിൽ അൻസാറും വരും. അൻസാറിനെ വിളിച്ചിട്ട് വരണ്ടാന്നൊന്നും പറയാനൊന്നും പറ്റൂല. അങ്ങനെ സംസാരിക്കണ്ട. ചുമ്മാ നിങ്ങളെല്ലാരും നിന്നപ്പോ തന്നെ മമ്മൂട്ടിയെ വിളിച്ചോട്ട് മമ്മൂട്ടി വരാൻ പാടില്ലെന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അൻസാർ. അൻസാറിനോട് വരാൻ ഇവൻ പറഞ്ഞു വൈകിട്ടത്തെ പാർട്ടിക്ക്. അപ്പൊ അൻസാർ വരാൻ പാടില്ല എന്ന് ഇവൻ പറഞ്ഞു. അതെന്താ ന്യായം? ഞാൻ പറഞ്ഞു പോയില്ല അവനടുത്ത്. ഇവൻ പറഞ്ഞു പോയല്ലോ. പിന്നെ നീയല്ലോ പറഞ്ഞത്. ഞാൻ പറയണ അവൻ പറയണത് നക്കലും ചീറ്റലും ഉമ്മപ്പും എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞ കേറിപ്പോ. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരിക്കലും സ്നേഹമായിട്ടിരിക്കാൻ പറ്റൂല ഒരിക്കലും. ആ പായസം കൊണ്ട് കമത്തി കളയടി. ഹലോ ആരാണ് പറഞ്ഞത്? ഞങ്ങൾ ശരിയാവില്ല ആരാണ് പറഞ്ഞത്? അല്ല നിങ്ങൾ ഇത്ര കളിച്ചിരുന്നിട്ട് പെട്ടെന്ന് വഴക്കടിച്ചപ്പോ ഞങ്ങൾ ഇതുപോലെ പലതും മിണ്ടുകയും പറയുകയും ചെയ്യും. അതിനെ വഴക്കായിട്ട് വേണ്ട. വഴക്കെന്നാര് പറഞ്ഞു? വഴക്കല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും വരും, അൻസാറും വരും. എല്ലാരും ചേർന്ന് ഒരുമിച്ച് സ്നേഹം പങ്കുവെച്ച് ഇങ്ങനെ അങ്ങ് പോകും നമ്മൾ. സ്നേഹം ഇതിലെ പ്ലാൻ ഇതല്ല, ഇത് നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചതുകൊണ്ട് ഞങ്ങളൊന്ന് കാണിച്ചതാ. നിങ്ങളെല്ലാം ആഗ്രഹിച്ചതല്ലേ ഞങ്ങൾ തമ്മിൽ വഴക്കിടുമെന്ന്. വേണ്ട, ഇവള് പോലും ആഗ്രഹിച്ചു. മക്കളെ ഒരു രസമില്ല വഴക്കില്ലാത്തതുകൊണ്ട് അളിയാ. നമ്മൾ ഇനി ഇങ്ങനെയാണ്, ഞങ്ങൾ ഇനി മുതൽ വഴക്കിടും, മിണ്ടും, പിണങ്ങും, മിണ്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും. 24 മണിക്കൂറെങ്കിലും പിടിച്ചേക്കണേ. ഒന്നുമില്ല, ഞങ്ങൾ ഇനി ഇങ്ങനെ. അതാണ് ഈ അളിയൻ.